ഇന്നിതേ രാവിലെ എഴുന്നേറ്റ് അപ്പനും മോളും കൂടി ഇവിടെ ഒരു സാധനം നശിപ്പിച്ചിട്ട് അത് ശരിയാക്കാനുള്ള പരിപാടിയിലാണല്ലേ. ഇത് നമ്മുടെ ഗ്രാസ് കട്ടിങ് മെഷീനാണ് കേട്ടോ. നമ്മുടെ ഈ ലോണിൻ്റെ ഈ പച്ചപ്പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനാണ്. അതിപ്പോൾ വർക്കാവുന്നില്ല. ശരിക്കും വർക്കാവാതെയായിട്ട് കുറച്ച് ദിവസമായി. ഇന്നിത് ശരിയാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. കാരണം ഇവിടെ അരിഞ്ഞു വെച്ച പുല്ലൊരു മൂലക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കിയത്. അന്നേരം തൊട്ട് ഇത് വർക്കാവുന്നില്ല. ഞാൻ വിചാരിച്ചത് അരിഞ്ഞ് ഇതിനുള്ളിലോട്ട് അങ്ങ് കേറിക്കോളും. ജാമായി സാധനം കത്തിപ്പോയി അല്ലേ അമ്മി? ആരാ ഇത് കത്തിച്ചത്? എന്നാ പറ്റിയ അമ്മി ഇത്? അഴിച്ച് പറിച്ച് നോക്കുവോ എന്തായിന്ന്. കുറെ വീഡിയോ ഒക്കെ ഞങ്ങൾ റെഫർ ചെയ്ത് നോക്കി. പക്ഷെ അതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല. ശരിയാക്കാൻ പറ്റൂലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ പുതിയത് മേടിക്കണം. നമ്മളിത് മോട്ടറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ കാർബൺ. ഇതാണ്ടാ ഇതുണ്ടടി. ഇതൊന്നും അല്ലടി പ്രശ്നം. ഇതൊക്കെ ലോഡ് കണക്കിനുണ്ട്. പിന്നെ എന്നാ പ്രശ്നം? എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അയ്യോ എങ്ങനെ ഇരിക്കുന്നു? അതാണ് ഇപ്പൊ അടുത്ത പ്രശ്നമാക്കി. പിന്നെ സ്ക്രൂ തപ്പി നടക്കേണ്ടി വരും ഇവിടെ. ഇതല്ല പ്രശ്നം. എനിക്ക് തോന്നി ഇത് ഇതിന്റെ ഉള്ളിൽ കേറിയിരിക്കാത്തതായിരുന്നു. ഇപ്പൊ അത് കേറിയില്ലേ? അത് കേറിയില്ലായിരുന്നു മുന്നേ. മുമ്പേ അത് പുറത്തല്ലായിരുന്നു. ഇവിടം വരെ പുല്ലെത്തിയല്ലേ? ഇങ്ങനെ എത്തുവോ പുല്ല്? പിന്നെ പുല്ല് ഇത് നീ ഇതന്നെ കളഞ്ഞ ഇങ്ങനെ അതാ ഓപ്പൺ ആക്കി. എന്നിട്ട് ഓടുന്ന കണ്ട. ഹലോ ആമി എല്ലാവരോടും ഗൈസിനോടൊക്കെ പറഞ്ഞേ. ആമി എന്താ സാധനം പുല്ല് എന്താ മിഷി ഒന്നും വേണ്ട, കൈ കൊണ്ട് പറിക്കാന്ന് ആമി. അല്ലേ ആമി? കാണിച്ചേ. പിന്നെ ചുമ്മാ കൊച്ചന്റെ തലയിലൊന്നും ഇടല്ലേ. അബി തന്നെയാണ് നശിപ്പിച്ചത്. നമുക്കെന്നാ പോയിട്ട് ഒരു ടെസ്റ്റർ മേടിച്ചോണ്ട് വന്നല്ലോ. ഇതിനകത്ത് പവർ എവിടെ വരെ എത്തുന്നുണ്ട് നമുക്കറിയണ്ടേ. ഇതിനകത്തേക്ക് പവർ അല്ല ഞാൻ പറയട്ടെ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊന്ന് തുറന്നു നോക്ക്, ഒന്ന് കുത്തി നോക്ക്. ഇവിടെ എത്തുന്നില്ല, വർക്ക് ആവുന്നില്ല. ഇതെനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നോക്കിയാ മുകളിൽ കണ്ടൊരു പവറിന്റെ സാധനം. ഇതൊക്കെ എങ്ങനെ മേടിക്കാൻ കിട്ടും ഇതൊക്കെ? ഇത് ഞാൻ പറയട്ടെ, നമ്മളെ ആ ഓൾഡ് ടൗണിലോട്ട് പോകുന്ന അവിടെ ഇല്ലേ, ദുർഹം സ്ട്രീറ്റ്, അവിടെ ഒരു കടയില്ലേ മിഷിന്റെ, അവിടെ ഉണ്ടാവുമായിരിക്കും മിക്കവാറും. അവിടെ പോയി നോക്കിയാലോ? അവിടെ പോയി നോക്കാം. ഇവിടെ ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് മഴയാട്ടോ. ഇത് നോക്കിയേ, ഫുള്ള് അടഞ്ഞു കിടക്കുക. മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മടി പിടിച്ച് നിക്കുവാണ് കേട്ടോ. പോണോ വേണ്ടേ എന്നലച്ച്. ഇന്നലെ വരെ നല്ല വെതറായിരുന്നു. ഇവിടെ ഇങ്ങനെ നോക്കി നിക്കുമ്പോഴോ വെതർ മാറുന്നത്. എന്നാ ചെയ്യുന്ന? പോവാണോ? എന്നിട്ട് പോവാണോ? കഥകളെല്ലാം അടച്ചിട്ട് ഇറങ്ങട്ടെ. ആമിക്കുട്ടീനെ കൂട്ടുന്നില്ല കേട്ടോ. ആമിക്കുട്ടീനെ കൂട്ടിയാല് അല്ലേ, ആമിക്കുട്ടീനെ കൂട്ടിയാല് മഴയും കൂടി ആയതുകൊണ്ടേ കൂട്ടിയാലേ പണിയാണ്. കാരണം നമ്മൾ ടെസ്റ്റർ മേടിക്കാൻ പോയി, പിന്നെ ഇന്നത്തെ ദിവസം അവിടെ അവളുടെ പുറകെ ഓടേണ്ടി വരും. അങ്ങനെയല്ല, മഴയും കൂടി അല്ലേ, അതുകൊണ്ട് വേണ്ട. ആയതുകൊണ്ട് നമുക്ക് പോവാല്ലേ. നല്ല മഴ കേട്ടോ, നല്ല മഴ. നാട്ടിലും നല്ല മഴയാന്നാ പറയുന്നത് കേട്ടെ. അല്ല, ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോ ചെറിയ ഇങ്ങനെ മൂടി നിൽക്കുമ്പോ ഒരു മഴയത്ത് നല്ലൊരു പാട്ടെല്ലാം അങ്ങോട്ട് പോകാൻ നല്ല രസമാണ്. നമുക്ക് എന്താ റൈഡ് പോയിട്ട് വന്നാലോ? ലോങ് ട്രിപ്പ് അടിച്ചാലോ? ഇവരോട് പറയണ്ട, നേരെ പോയാലോ? വൈകുന്നേരം തിരിച്ചു വരാം. ആക്ച്വലി ഞങ്ങള് ടൗൺ സെന്ററിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ മഴ കാരണം അവിടെ ഇറങ്ങി പിന്നെ അതിലുള്ള നടപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ സ്വിൻഡനിലെ നമ്മളെ വെസ്റ്റ് സ്വിൻഡനിലുള്ള അസ്തയിൽ വന്നേക്കും കേട്ടോ. മേ ബി ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഇതാട്ടോ നമ്മളെ അസ്ത. ഇതുണ്ട്, ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ ഉള്ള വെസ്റ്റ് സ്വിൻഡനിലെ അസ്ത. അബി, ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയില വന്ന. നമ്മൾ നോക്കാത്ത ഏതെങ്കിലും ഏരിയയിലായിരിക്കോ? വേറെ ഏതെങ്കിലും ഏരിയയിലായിരിക്കോ? എല്ലാം സ്ക്രൂ ഡ്രൈവർ എഴുതി വെച്ചിരിക്കുന്ന എല്ലാത്തിലും അല്ലേ. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും അടിപൊളി മഴയായിട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മറ്റേ സാധനം കിട്ടിയില്ല, ടെസ്റ്റർ കിട്ടിയില്ല. ബാക്കി വേണ്ടാത്ത കർച്ചാണി എല്ലാ സാധനം നമുക്ക് കിട്ടി. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാ പറഞ്ഞേ, ടെസ്റ്റർ നോക്കുന്നു, തിരിച്ചിറങ്ങുന്നു, ഒരു സാധനം മേടിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല ചിക്കന്റെ മണം. ചിക്കൻ എടുത്തപ്പോൾ അവിടെ നല്ല പോർക്കിന്റെ ഇതിരിക്കുന്നു, പിന്നെ ക്രിസ്പ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10-20 പൗണ്ടിന്റെ സാധനമായി.
അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ കുറെ ചെടികളിൽ എവിടെ കേട്ടോ നിക്കുന്നത്. അപ്പൊ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അധികം നോക്കണ്ട, നമുക്ക് പോവാം. അധികം നോക്കിയാൽ നമ്മൾ മേടിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടക്കാം. പിന്നെ മഴ കുഴപ്പമില്ല. അത് തക്കാളി അല്ലേ ഇരിക്കുന്നത്? ഇത് ഇത് അത് തക്കാളി. ക്യാരറ്റ് മേടിക്കുന്നോ? നിനക്ക് വഴി അറിയാവോ വണ്ടിയിലത്തേക്ക്? വന്നാട്ടെ പിരാന്ത്. ടെസ്റ്റർ മേടിക്കാൻ പോയാൽ നമ്മൾ തിരിച്ചു വന്നത് ഇതുകൊണ്ടാണ് കേട്ടാ. ഈശ്വര, എന്താ സാധനം? ഇതാണ് ജോയിന്റ്. മുറുക്കി നോക്കട്ടെ ഇതെങ്ങനെയാ തിന്നണ്ടേന്ന് അറിയാൻ പാടില്ല. ഇത് കണ്ട പന്നിയുടെ ഇതിങ്ങനെ ക്രിസ്പായതാണ്ട തൊലി. അത് നല്ല കത്തിയാട്ടോ, നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അബി അങ്ങനെ അത് കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. കാണിച്ചേ, ഫുള്ളെടുത്തോ. ഇതാ അതിന്റെ അല്ലേ. അടുത്തത് ഞങ്ങളിതേ ചിക്കൻ പൊട്ടിച്ചു. ഇതിന് പിന്നെ ഉപ്പും മുളകും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം കൂടി ടാലി അല്ലേ. ആമിക്കുട്ടി ഇതേ ഇവിടെ ക്രിസ്പ് തിന്നോണ്ടിരിക്കുക. ആമിക്ക് ഇതൊന്നും വേണ്ട അല്ലേ ആമി? ഇതേ മഴയത്ത് കളിക്കാൻ വേണ്ടി അപ്പനും മോളും ഇറങ്ങിയിട്ടുണ്ടേ. ആ കണ്ടു. കളിച്ചോ, പോയി കളിച്ചോ. ഇച്ചിരി പുറകോട്ട് നിന്ന് കളിക്കേ. നല്ല മഴയുണ്ടേ. വാ അകത്ത് കയറാം. വാ വാ. അയ്യോ വാ മുത്തേ, പനി പിടിക്കും. നല്ല അവിടെ നോക്കണേ. പനി പിടിക്കും മോനെ. മഴയത്തൊന്നും കേറുന്നില്ല. വേണ്ട പനി പിടിച്ച് നമുക്ക് നടക്കൂലൂടെ. ചെരുപ്പ് ഒരടി. അടുത്തതിനിപ്പോ നമ്മള് ടൗൺ സെന്ററിൽ പോയി മേടിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മളെ ഇവിടെ അസ്തയിലൊന്നും ഇല്ല. ഇപ്പൊ വെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ പോയി മേടിച്ചാലോ? അപ്പൊ നമ്മള് നേരെ ടൗൺ സെന്ററിലോട്ട് പോവാണ്. പപ്പയും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അതെ, പപ്പേനെ കൂട്ടി നമ്മൾ പോവാണ്. കാരണം ടെസ്റ്റ് ചെയ്ത് മേടിക്കാൻ വേണ്ടിട്ട് അല്ലേ? എന്നാ വാ. അങ്ങനെ നമ്മൾ റോബർട്ട് ഡയസിൽ വന്നു കേട്ടോ ടെസ്റ്റർ കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് നോക്കാം. അതേ കാണുന്നുള്ളല്ലോ ഇവിടെ. ഒന്നും കിട്ടിയപ്പോ അഹങ്കാരായ. അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതിയെന്നായിരുന്നു. ഒന്നും കാണുന്നില്ല. ഇനി ഇവിടെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്തെങ്കിലും വേണോ? ടെസ്റ്റർ ഒന്നല്ല, നമുക്കിത് മതി. മതിയോ? ഇതുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഇനി അതിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ. ഇത് ഈ ബോഷിന്റെ എന്തൊക്കെ നമ്മളെ അതിന്റെ കൂട്ട് സാധനങ്ങളാണല്ലോ ഇരിക്കുന്നതൊക്കെ. എന്നാ ഇത് കട്ടറല്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം പുതിയൊന്ന് മേടിച്ചാൽ മതിയായിരുന്നു. ആ ഒരു ടെസ്റ്റർ മേടിക്കാൻ നടന്നിട്ട് ഇപ്പോൾ പൈസ എത്ര തീർന്നതെന്നറിയാം. സത്യം പറഞ്ഞാൽ മറ്റേന് 80-60 പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാം കൂടെ മേടിച്ച് എനിക്ക് തോന്നുന്നത് 100 പൗണ്ടിന് മുകളിലായി അല്ലേ? ഞാൻ അന്നേരം പറഞ്ഞു അത് പുതിയത് മേടിക്കാന്ന്. മിന്നിന് പറ്റത്തില്ല, മിന്നിനത് ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ടുണ്ട്, വീട്ടിൽ ചെത്തിട്ട് കാണിച്ചത് അല്ലേ. ഇന്നലെ ടെസ്റ്റർ മേടിക്കാൻ പോയപ്പോൾ ചിക്കനും മറ്റേ ആ പന്നിയുമായിരുന്നു. ഇന്നിപ്പോൾ ഇത് മേടിക്കാൻ പോയപ്പോൾ നല്ല മാങ്ങാപ്പഴവും ചക്കയും. ഇപ്പം മിന്നു പറയുന്നത് എന്നും ഇങ്ങനെ എന്തെങ്കിലും കേടാവട്ടെ എന്നാണ് മിന്നു പറയുന്നത് അല്ലേ. ഇതിന് എത്രയാണെന്നറിയാവോ ചക്കയ്ക്ക്? ഇവിടെ 6.99 ഒരു കിലോയ്ക്ക്. ഇതിപ്പോൾ എത്ര കിലോ ഉണ്ട്? ഇത് 3 കിലോ, 3.20. പക്ഷെ നല്ല ചക്ക കേട്ടോ, നല്ല മധുരമുണ്ട്. ഞാൻ അവിടെ തിന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. 22 എടി ചക്ക കണ്ട ചക്ക ഇല്ലേ? ഉറക്കിന്ന് എണീച്ചതേ ഉള്ളു കേട്ടോ. മുടിയൊക്കെ ഇത് എങ്ങനെ ഇരിക്കും. എന്നാ മുറിക്കത്. എനിക്കിത് കടിച്ച് തിന്നാൻ ഇഷ്ടം. ഞാൻ ഇത് കടിച്ച് തിന്നിട്ടുണ്ട്. ഒരാൾക്കൊന്നും വെച്ചില്ലേ? മാങ്ങ കണ്ടിട്ട് സൂപ്പറാട്ടോ അല്ലേ? നല്ല ഇത് കേസർ അല്ലേ? സൂപ്പർ, നല്ല മണമുണ്ട്. നല്ല അടിപൊളി ചക്കയാണ് കേട്ടത്. കണ്ടോ, നിറച്ചും ചോളയല്ലേ? നല്ല മധുരമുണ്ട്. ഇത് നമ്മള് മേടിച്ചത് മറ്റേ എന്തുവാ, ഗുഡ് ലക്കോ അങ്ങനെ ഇതൊരു കടയെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് പുതിയ ശ്രീലങ്കക്കാരുടെ എങ്ങാണ്ടോ ആ കട. അല്ല, അവിടെ ഇഷ്ടം പോലെ പഴുത്ത ചക്ക കൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ചക്ക നമുക്ക് ഫുള്ളായിട്ട് വേണ്ടെങ്കിൽ അവർ പകുതി നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ മുറിച്ചും തരും കേട്ടോ. നമ്മള് 3 കിലോ എടുത്ത്.
നമ്മൾ നേരെ പകുതി എടുത്തു നമ്മൾ, കാരണം അത് ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ആയത്. ഇതാകുമ്പോൾ നമ്മൾ ആ കൊതി തീരാനുള്ളതേ ഉള്ളൂ അല്ലേ? അങ്ങനെ ടെസ്റ്ററൊക്കെ മേടിച്ചോണ്ട് വന്ന് അബിയും പപ്പയും കൂടി ഭയങ്കര പണിയിലാണ് കേട്ടോ. ടെസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ആടുന്ന് ചെക്ക് ചെയ്യേണ്ടിയായിരുന്നു അല്ലേ? അല്ല വർക്ക് ചെയ്യുമോ? അതിപ്പോൾ അടിക്കാൻ കത്തും. എവിടെയാന്ന് ടച്ച് ചെയ്ത് നോക്കണ്ടേ? അതിന്റെ സ്വിച്ച് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നോക്കണം. ഇവിടെ അവിടെ കുത്താം. അവിടെ കുത്താതെ കൊണ്ട് പോകണം. ഇവിടെ കറണ്ട് വരുന്നത് അവിടെ അല്ല കറണ്ട് വരുന്നത്. ഇതല്ല ഇതിന്റെ വയറ് വരുന്നത്. ഇതല്ല ഇവിടെ അല്ല കറണ്ട് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കുത്തി നോക്കാൻ പറ്റില്ല. ഇത് കുത്തിയിട്ട് മോട്ടർ ഇതാവും. കറണ്ട് കിട്ടൂലപ്പാ. ഇതിവിടെ കറണ്ട് വരുന്നില്ല. നീ ഇവിടെ നോക്കേ, ഇവിടെ എത്തുന്നുണ്ടോ നോക്കിയേ. ഇവിടെ നോക്കാം. ഇവിടം വരെ കറണ്ട് വരുന്നില്ല. അല്ല ഇത് ഓണാക്കിണ്ടോ പിന്നെ അവിടെ? ഇത് ഭയങ്കര ആഭ്യന്തര പ്രശ്നമായിട്ടത്. ഇത് കണ്ടോ? ഇത് കണ്ടോ? അവിടെ ഒന്നും അഴിക്കണ്ട. ഇത് ഇവിടെയാണ് ഇതിന്റെ പീസ് ഇരിക്കുന്നത്. കണ്ടോ? ഓക്കെ, ഫീസ് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കറണ്ട് വരുന്നില്ലല്ലോ. കറണ്ട് ഇപ്പൊ ഈ പീസ് നോക്കട്ടെ. പീസ് നോക്കിയാൽ അറിയാം. അറിയാം നോക്കാം. ഇത് പീസിന്റെ അതിന്റെ ടെസ്റ്റർ എടുത്ത് നോക്കും പറയത്തില്ല. അത് പോയി. എടുത്തോ. ഈ പീസ് ഇവിടെ വേറെ ഉണ്ടോ? ഫീസ് ഇല്ല. പീസ് ഇവിടെ വേറെ ഇല്ലെങ്കിൽ ഈ പീസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ്. ഇപ്പൊ ഫീസ് മേടിക്കാം. അപ്പൊ ഇതെടുക്കാൻ അത് കയ്യിലെടുക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് ഫീസ് പോയതായിരിക്കണം അല്ലേ? ആ പീസ് പോയത് ആ പീസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും. അല്ലെങ്കിൽ വെറുതെ നമ്മള് ഫീസിന് 2 പൗണ്ട് എങ്ങാണ്ടേ ഉള്ളൂ. നമ്മളിത് മേടിക്കാൻ വേണ്ടി 100 പൗണ്ടിനടുത്ത് ചെലവായി. ഇനിയിപ്പോ നമ്മള് നേരെ പോയി ടൗൺ സെന്ററിൽ പോയിട്ട് ഫീസ് മേടിക്കാം. നേരത്തെ അങ്ങ് പോയി മേടിച്ചാൽ മതിയായിരുന്നല്ലേ? നേരത്തെ പോയി മേടിക്കാൻ അറിയില്ലായിരുന്നല്ലോ എന്താ പ്രശ്നം. അതല്ല, ഇതിന്റെ ഫ്യൂസ് എവിടെയാന്ന് കാണണ്ടേ? ഞാൻ ഇത്ര സാധാരണ എല്ലാത്തിനും ഇതിനകത്തല്ലേ ഉണ്ടാവില്ല. അവിടെ സാധാരണ ഉണ്ടാവില്ല. ഞാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവട്ടെ. ഇത് ഇങ്ങനത്തത് ഞാനും ആദ്യമായിട്ട് കാണണ്ടേ. സാധാരണ നമ്മുടെ ഇവിടെയാണ് പീസ് വരേണ്ടത്. പക്ഷെ നമ്മള് ഇത് വേറെ കുറെ എണ്ണത്തിന് ഇവിടെ തന്നെ വരുന്നത്. ഇപ്പൊ ഇവിടങ്ങളിൽ ഇപ്പൊ കണ്ടതാ ഞാൻ ആദ്യമായിട്ട് ഇവിടെ പീസ് കിട്ടുന്നത്. അങ്ങനെ അത് വിജയകരമായി നമ്മളിത് ശരിയാക്കി കേട്ടോ. ഇതിന് എന്നായിരുന്നു പ്രശ്നം? ഫീസ് പോയതുണ്ടായിരുന്നുള്ളൂ. ഇതിന് വേറെ ഇപ്പൊ എത്ര കൊണ്ടായിരുന്നു? 60 പൗണ്ട് കൊടുത്ത് ഇപ്പൊ അടുത്ത് മേടിക്കാതിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത് ചെലവായി ഇതിന്റെ ഫ്യൂസ് മേടിക്കാൻ പോയിട്ട്. ഒരു പൗണ്ട് ആയില്ല. അല്ല, അത് വേറെ സാധനങ്ങൾ മേടിച്ചതല്ലേ. ഇതിന് നമ്മളങ്ങനെ ഫ്യൂസ് മാറ്റി ഇട്ടു കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ശരിയായി. അങ്ങനെ നമ്മളിപ്പോ ഇത് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കും. ഇത് എത്ര വെട്ടിയാലും പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. പപ്പയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ശരിയായെന്നാ പപ്പ പറയുന്നത്. പരിപാടി ഞാനാ പറഞ്ഞോ. ഇത് ഉള്ളതുകൊണ്ട് ഭയങ്കര ഗുണമല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും 4 തവണ നടന്നു കഴിയുമ്പോ പെട്ടെന്ന് അങ്ങ് പുല്ല് ക്ലീനായി കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ഈ പുല്ല് കണ്ടോ, നമ്മള് കഴിഞ്ഞ ദിവസം വെട്ടി എന്ത് പെട്ടെന്നാന്ന് അറിയത് പിന്നെയും വളർന്നു വന്നത്.